എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. അപ്പോൾ ഇന്ന് നമ്മുടെ ചോറ്റുപാത്രത്തിൽ നമുക്കൊന്ന് നോക്കാം. വരൂ മക്കളെ. ഇന്ന് ചപ്പാത്തിയാണ്. ഇത് കുറുമക്കറി. ചപ്പാത്തിയും കുറുമക്കറിയാണ് ഇന്നത്തെ നമ്മുടെ ചോറ്റുപാത്രത്തിൽ. വരൂ നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തിയും കുറുമയും കഴിക്കാം. അപ്പോൾ അമ്മയ്ക്ക് പലഹാരം എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. ചോറ് കഴിക്കണേറ്റ് ഇരട്ടി പലഹാരം കഴിക്കും. അപ്പോൾ എനിക്ക് അച്ഛനെങ്കിലോ പലഹാരം ഉണ്ടാക്കാൻ സമയം കിട്ടാറില്ല. പിന്നെ അമ്മയുടെ ആഗ്രഹമല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ നല്ലതൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഇന്ന് ഞാൻ എന്ത് ചെയ്തു, എന്തെങ്കിലും ആവട്ടെ, ഗോതമ്പ് പൊടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കാം, അതിനൊരു കറിമ ഉണ്ടാക്കാമെന്ന് കരുതി ഉണ്ടാക്കി. അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ധൃതിയായിരുന്നു. കാരണം ചപ്പാത്തി ഉണ്ടാക്കണം കൊണ്ടേ. അങ്ങനെ 2-3 ചപ്പാത്തി കഴിച്ചിരിക്കുകയാണ്. ഇന്നലെ തൊട്ട് തീരെ വയ്യ. അതുകൊണ്ട് ഇന്ന് അധികം കാലോടാൻ പോയിട്ടില്ല. അധികം തെണ്ടി തിരിയാൻ പോയിട്ടില്ല. അത് കാരണം എന്താ വെച്ചാൽ ഇന്നലെ തൊട്ട് 2-3 ദിവസമായി ഇത്തിരി വയ്യാവി ഉണ്ട് ആൾക്ക്. പിന്നെ എന്തോ ഓർമ്മകളുടെ കയ്യിലും എന്ത് വഴുക്കായാലും 5 മിനിറ്റ് നേരം മാത്രമേ അവരുടെ മനസ്സിൽ നിൽക്കുള്ളൂ കേട്ടോ. പിന്നെ അവർക്ക് മറക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ. അങ്ങനെ ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റി മക്കളെ. കുറുമ ഉണ്ടാക്കുമ്പോൾ ഇത് ഉരുളൻകിഴങ്ങ് പുഴുങ്ങി തോല് കളഞ്ഞിട്ട് ഉടച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിപ്പോൾ എന്ത് ചെയ്തു, സവോളയും പച്ചമുളകും കറിവേപ്പിലും കൂടി അങ്ങോട്ട് തട്ടി. ആ ഉള്ളി ഒന്ന് മൂത്ത് പിടിച്ച് വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ ചതി പറ്റി. ഉള്ളി ഇടുമ്പോൾ നമ്മൾ കടുക്, ഉഴുന്നുപരിപ്പ്, ഉണക്കമുളക്, കറിവേപ്പില ഇതിട്ട് പൊട്ടിച്ചിട്ട് വേണം നമ്മൾ സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷെ അത് ഞാൻ മറന്നുപോയി. എന്നിട്ട് ആദ്യമായപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, അതിന് വഴി നമുക്ക് കണ്ടെത്താമല്ലോ. എന്തിനും പൂഴി ഇല്ലാണ്ടിരിക്കില്ലല്ലോ. എന്ത് സംഭവിച്ചാലും അതിനൊരു മറുപടി ഉണ്ടാവും. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല. കറി അങ്ങോട്ട് ഉണ്ടാക്കി ഇറക്കി വെച്ചിട്ട് വീണ്ടും ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ഉഴുന്ന് പരിപ്പും കടുകും കറിവേപ്പിലും ഉണക്കമുളകൊക്കെ കൂട്ടി മൂപ്പിത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് ഐഡിയ? ഇതുപോലെ ചതികൾ നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടാവും ഇല്ലേ? അപ്പം ഇതുപോലെ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ബോക്സിൽ വന്നിട്ടേ ഇതുപോലെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇന്നലെയും ഇന്നായിട്ട് വൈകിട്ട് അമ്പലത്തിൽ, ഞാൻ പൂജയ്ക്ക് പോകാറുള്ള അമ്പലത്തിൽ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇന്നലെ വൈകിട്ട് പോയി, ഇന്ന് വൈകിട്ടും പോകണം. ഇതായില്ലേ മക്കളെ. നമ്മൾ വെറുതെ വീട്ടിൽ കുത്തിരുന്നാൽ കിട്ടുമോ?
ആര് തോൽപ്പിച്ചാലും നമ്മൾ തോൽക്കില്ല, ദൈവം ഉണ്ടെങ്കിൽ. കാശുള്ളവർ ഒരു ദിവസം ചിലവാക്കുന്ന പണം നമുക്കുണ്ടെങ്കിൽ, എന്നെപ്പോലുള്ളവർക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു മാസം കഴിയാം. ആൾക്കാർ ചോദിക്കും, ഈ സ്വത്തും പണമൊക്കെയും നിങ്ങൾക്ക് ചാവുമ്പോൾ കൊണ്ടുപോകുന്നു. വേണ്ട, ചാവുമ്പോൾ കൊണ്ടുപോകണ്ട. ഇരിക്കുന്ന കാലം രാജാവായി ജീവിച്ചോടെ മക്കളെ. ഇരിക്കുന്ന കാലം രാജാവായി ജീവിക്കാം നമുക്കല്ലേ. പണമില്ലാത്തവൻ പിണത്തിന് തുല്യ, അതായത് മരണപ്പെട്ടിന് തുല്യമാണ് പണമില്ലാത്തവൻ. ചില സമയത്ത് 100 രൂപയ്ക്ക് നമ്മൾ എത്ര കഷ്ടപ്പെടണം അല്ലേ. കാരണം നമുക്ക് പല വഴികൾ വന്നിട്ടും നമ്മൾ വളഞ്ഞ വഴിക്ക് പോണില്ല. നേരെ വാ, നേരെ പോകാം. അങ്ങനെയുള്ളവർക്ക് അധികം പണമൊന്നും സമ്പാദിക്കാൻ പറ്റില്ല മക്കളെ. നമ്മളെത്ര നന്മമാരായിട്ടും കാര്യമില്ല, അത് അംഗീകരിക്കാൻ ആൾക്കാരില്ല. നമ്മൾ പുറത്ത് മാന്യനും അകത്ത് കൊള്ളക്കാരനായി ജീവിക്കണം. അവർക്ക് സമൂഹത്തിൽ വിലയുള്ളൂ, നിലയുള്ളൂ. നമ്മുടെ പോലുള്ളവരാരും അറിയണ പോലുമില്ല. പക്ഷേ നമ്മൾ ഈശ്വരൻ്റെ കോടതിയിൽ ഒന്നാമനാണ്. പല പ്രതിസന്ധികളിലും നമ്മളെ രക്ഷിക്കും. നമ്മൾ ആപത്തിലേക്കാണ് പോകണമെന്ന് മുൻകൂട്ടി നമുക്ക് അറവന തരും. അല്ല, അറവന കിട്ടിയിട്ട് നമ്മൾ ചതിക്കപ്പെടുകയാണെങ്കിൽ അവിടെ രക്ഷകനായിട്ട് നമുക്ക് എത്തും ആര്? ഈശ്വരൻ. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി നമ്മൾ കേട്ടോ. കുറഞ്ഞ വഴി സ്വീകരിച്ച് കളത്തരം കട്ടവരൊക്കെ കാട്ടിയോട്ടെ. നമുക്കിങ്ങനെ ഇരുന്നാൽ മതി. നമ്മളൊരു തുറന്ന പുസ്തകമാണെന്ന് കരുതുക. അത് വന്ന് വായിക്കുന്ന വ്യക്തി തെറ്റി വായിച്ചാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു തുറന്ന പുസ്തകമാണ്, വായിക്കുന്ന വ്യക്തി അക്ഷരം തെറ്റായി വായിക്കുകയാണ്, നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അല്ലേ മക്കളെ? ഇതിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലാക്കുക, ഇല്ലാത്തവർ ചിന്തിക്കുക എന്താണ് അതിൻ്റെ അർത്ഥമെന്ന്, എന്നിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്നെപ്പോലെയുള്ള ഒരാളെ ഷെയർ ചെയ്ത് കൊടുത്തേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താകട്ടെ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണാൻ നിങ്ങൾ എത്തിയതെങ്കിൽ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും നിങ്ങളൊന്ന് പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരേ ഒരു വട്ടം അതൊന്ന് നിൽക്കണേ, എങ്കിൽ എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും.